നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചതാര്? ആൻസർ ഓപ്ഷൻ ഡി, വി.പി. മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യങ്ങൾ നമുക്ക് നോക്കാം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും വി.പി. മേനോനും ചേർന്ന് തയ്യാറാക്കിയ കരാർ ലയന കരാർ. നാട്ടുരാജ്യ വകുപ്പ് നിലവിൽ വന്നത് 1947 മെയ്യിൽ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് 565ഓളം നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇവയിൽ 3 ഒഴികെ എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറായി. ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ നിന്നിരുന്ന നാട്ടുരാജ്യങ്ങൾ കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ് എന്നിവയാണ്. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യ നാട്ടുരാജ്യം ഭാവ്നഗർ. ലയന കരാർ വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം കാശ്മീർ. കാശ്മീർ ഇന്ത്യയിൽ ലയിക്കാൻ സമ്മതിച്ചതുകൊണ്ട് ലയന കരാർ ഒപ്പുവെച്ചത് 1947 ഒക്ടോബർ 26. ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടി ഓപ്പറേഷൻ പോളോ. ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചപ്പോൾ കാശ്മീർ ഭരിച്ചിരുന്ന രാജാവ് രാജാ ഹരിസിംഗ്. ഹൈദരാബാദ് ഇന്ത്യയിൽ ലയിക്കുമ്പോൾ ഉണ്ടായിരുന്ന നിസാം മീർ ഉസ്മാൻ അലി ഖാൻ. ജുനഗഡിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരണമെന്നാവശ്യപ്പെട്ട് ഉയർന്നു വന്ന ജനകീയ സമരത്തിന്റെ നേതാവ് സമൽദാസ് ഗാന്ധി. ജുനഗഡിൽ റഫറൻഡം നടന്നത് 1948 ഫെബ്രുവരി 24. ലയന കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടി വന്ന വകുപ്പുകൾ: പ്രതിരോധം, വാർത്താവിനിമയം, വിദേശകാര്യം. 1954 ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ: പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം. 1961 പോർച്ചുഗൽ ഇന്ത്യക്ക് കൈമാറിയ അധിനിവേശ പ്രദേശങ്ങൾ: ഗോവ, ദാമൻ, ദിയു. റഫറൻഡം വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ജുനഗഡ്.